ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആണ്. എൻ്റെ കേക്ക്സിൽ വാനില എസൻസ് ഒഴികെ 90% സിന്തറ്റിക് എസൻസ് ഞാൻ യൂസ് ചെയ്യാറില്ല. നാച്ചുറലി അതിൻ്റെ ഫ്ലേവർ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എസൻസ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ആ കുത്തുന്ന ഒരു ടേസ്റ്റ് കേക്ക്സിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണം. ഓരോ ഹോം ബേക്കറും ഓരോ ഫ്ലേവറും ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. എൻ്റെ മേക്കിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഫ്ലേവർ പിസ്താഷ്യോ ട്രസ്ലച്ചസ് ആണ്. ഞാൻ ഇതിൽ പിസ്തയുടെ എസൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല. മാക്സിമം പിസ്താസ് ആൻഡ് പിസ്താഷ്യോ സ്പ്രെഡ് അത് വെച്ചിട്ടാണ് എൻ്റെ കേക്കിൽ ഫ്ലേവേഴ്സ് കൊടുക്കുന്നത്. ഇത് ക്ലാസിക് ട്രസ്ലച്ചസിൽ നിന്നും 100 രൂപ കൂടുതലായിട്ടാണ് ഞാൻ പിസ്താഷ്യോ ട്രസ്ലച്ചസിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതെനിക്കൊരു വമ്പൻ നഷ്ടമാണ്. കാരണം ഇവിടെ 100 ഗ്രാം പിസ്തയ്ക്ക് തന്നെ 150 രൂപയോളുണ്ട്. പിന്നെ പിസ്താഷ്യോ സ്പ്രെഡിൻ്റെ പ്രൈസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിന് നിങ്ങളോട് ആരാ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറഞ്ഞതെന്നായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഓരോ ഹോം ബേക്കറിൻ്റെ അടുത്തും അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പ്രൈസ് ഉണ്ടാവുക. അതിൽ കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിതിൽ മാക്സിമം പിസ്തയുടെ ഫ്ലേവർ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബേസിക് വാനില സ്പഞ്ച് ഉണ്ടാക്കി അതിൽ ലാസ്റ്റ് 1/4 കപ്പ് പിസ്ത പൊടിച്ചതും കൂടി ചേർത്തിട്ടാണ് സ്പഞ്ച് പ്രിപ്പയർ ചെയ്തത്. പിന്നെ സെർവം പിസ്തമായി. ബേസിക് ട്രസ്ലച്ചസ് സിറപ്പിൽ പിസ്താഷ്യോ സ്പ്രെഡ് ചേർക്കുന്നുണ്ട്, ക്രീമിലും പിസ്താഷ്യോ സ്പ്രെഡ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെയറിൽ റിയൽ പിസ്താഷ്യോസും പിസ്താഷ്യോ സ്പ്രെഡും പിന്നെ ഞാൻ കൂടുതൽ കേക്ക്സിലും യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫില്ലിംഗ്. ഇത് വാരി വലിച്ചിട്ടാലും ആ ടൈഗറിന്റെ 2 തുള്ളി പിസ്ത എസൻസ് കൊടുക്കുന്ന എസൻസ് ടേസ്റ്റ് കിട്ടില്ല.